കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ദൂത് ഹൃദയതലങ്ങളിൽ ആഴമായി പതിയത്തക്ക നിലയിൽ ദൈവം കൃപ ചൊരിയുന്ന, സ്ഥിതിയെ മാറ്റുന്ന, സാഹചര്യങ്ങളെ, അവസ്ഥകൾക്ക് അസാധാരണമായ വിടുതലുകൾ കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തെ ആഴമായി വിശ്വസിപ്പാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന എല്ലാ ദൈവങ്ങൾക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുകയും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ. യിരെമ്യാവിൻ്റെ പുസ്തകം 18 അധ്യായം 4 വാക്യം. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു തിരുവെടുത്ത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി തൊടുന്ന ദൂത്. ഉടഞ്ഞ പാത്രത്തെ പണിയുന്ന കുശവൻ. ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏതൊക്കെ തലങ്ങളിൽ ഉടഞ്ഞു പോയിരിക്കുന്ന ഒരു സ്ഥിതി, സാഹചര്യങ്ങളായിരിക്കുന്നോ അവിടെ പണിതെടുക്കുവാൻ, ഉയർത്തിയെടുക്കുവാൻ, അതിനെ വീണ്ടും ജ്വലിപ്പിക്കുവാൻ, വീണ്ടും പ്രകാശിപ്പിക്കുവാൻ, വീണ്ടും അതിനെ ഉപയോഗമുള്ളതാക്കി തീർക്കുവാൻ ശക്തിയുള്ള നല്ലൊരു കുശവൻ നമ്മുടെ കർത്താവ്. അതിനായി തിരുവെടുത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ തലങ്ങളിൽ തൊടുന്ന ദൂത്. ജീവിതത്തിൽ ഇന്നുവരെ എടുക്കാത്ത ആഴമായ ഒരു സമർപ്പണം. ജീവിതത്തിൻ്റെ മേഖലകളിൽ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾക്കായുള്ള ഒരു സമർപ്പണത്തിൻ്റെ സമയം. ദൈവപ്രസാദത്തിൻ്റെ ആരംഭം എൻ്റെ ജീവിതത്തിൽ കർത്താവിനായി ഞാൻ സമർപ്പിക്കുമ്പോൾ, എൻ്റെ ദൈവത്തിൻ്റെ ഹിതത്തിനായി ഞാൻ സമർപ്പിക്കുമ്പോൾ അത് എൻ്റെ ദൈവത്തിന് പ്രസാദമാ. ദൈവത്തിന് ആ സ്ഥിതിയിൽ നിന്ന് മറ്റൊരു സ്ഥിതിയിലേക്ക്, വചനം പറയുന്നത് പോലെ, മറ്റൊരു പാത്രമാക്കി തീർത്തു. എങ്ങനെ നഷ്ടപ്പെട്ടു പോയോ, എങ്ങനെ ശൂന്യമായി പോയോ, എങ്ങനെ ഉടഞ്ഞു പോയോ, എങ്ങനെ തകർക്കപ്പെട്ടു പോയോ, ആ തലത്തിൽ നിന്ന് മറ്റൊരു പാത്രമായി ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ ദൂതിത നമ്മുടെ ജീവിതത്തിൽ ആഴമായ സമർപ്പണം വെളിപ്പെടുമ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ പണിതെടുക്കും. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ഉയർത്തിയെടുക്കും. ഇത് നിയോഗത്തിൻ്റെ സമയമാ, സമർപ്പണത്തിൻ്റെ സമയമാ, ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ട സമയമാ. നല്ല കുശവൻ്റെ കരം നീട്ടുക, നല്ല കുശവൻ്റെ കരം ശക്തിയോടെ ഇറങ്ങുന്ന ദിവസങ്ങളാ. കാരണം മറ്റൊരു സ്ഥിതിയിലേക്ക് മാറാൻ സമയമായി, മറ്റൊരു തലങ്ങളിലേക്ക് മാറുവാൻ സമയമായി. ഇന്ന് ആയിരിക്കുന്ന താഴ്ചയും, ഇന്നായിരിക്കുന്ന കഷ്ടതയും, ഇന്നായിരിക്കുന്ന തകർച്ചയുടെ അനുഭവങ്ങളും ദൈവത്തിൻ്റെ പൈതലേ, മറ്റൊരവസ്ഥയിലേക്ക്, മറ്റൊരു സ്ഥിതിയിലേക്ക് കർത്താവ് വഴി നടത്തുവാൻ ദൈവം പദ്ധതി കണ്ടിരിക്കുക. കർത്താവിൻ്റെ കരങ്ങളിൽ പ്ലാനുണ്ട്. ജീവിതത്തിൻ്റെ മുൻനിർണയങ്ങളെ തകർത്തുകൊണ്ട് അടുത്ത ലെവലിലേക്ക്, ഇപ്പോഴായിരിക്കുന്ന വിധികളെ എടുത്തു മാറ്റി, ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അത്ഭുതം ചെയ്തുകൊണ്ട് ഇതാ ദൈവം മറ്റൊരു സ്ഥിതിയിലേക്ക് ജീവിതത്തെ പണിതുയർത്തുന്നു. ശുശ്രൂഷ തലത്തിൽ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ശബ്ദം ഇതാ ശോഭിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ പാത്രമായി സമർപ്പിക്കപ്പെടുമ്പോൾ, ദൈവഹിതത്തിനായി എൻ്റെ മേലുള്ള വാഗ്ദത്തം എന്താ, എൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ നിയോഗം എന്താ, അതിനായി സമർപ്പിക്കുമ്പോൾ മറ്റൊരു മേഖലയിൽ ശുശ്രൂഷ ജ്വലിക്കുന്ന, പ്രകാശിക്കത്തക്ക നിലയിൽ ദൈവത്തിൻ്റെ കരം ശക്തിയോടെ ചാഞ്ഞിറങ്ങാൻ പോകുന്നു. ജോലി മേഖലയിൽ, കുടുംബസ്ഥിതിയിൽ, സാമ്പത്തിക തലങ്ങളിൽ എവിടെയാ തകർന്നത്, പണ്ട് ശോഭിച്ചു നിന്നതാ, പണ്ട് പ്രയോജനപ്പെട്ടു നിന്നതാ, എന്നാൽ ഇന്ന് മങ്ങിപ്പോകുന്നൊരു സാഹചര്യമാണോ? ആ വിളക്കിൻ്റെ വെളിച്ചം ശോഭ കുറഞ്ഞു പോകുന്നൊരു അനുഭവമാണോ? ദൈവത്തിൻ്റെ പൈതലേ, ശത്രു ഉടച്ചതാണോ? വ്യക്തി ജീവിതങ്ങളെ ഉടച്ചു കളഞ്ഞിരിക്കുന്ന മാനസികമായ തലങ്ങളിൽ, ഹൃദയതലങ്ങളിൽ ആ
വേദനയും നൊമ്പരമായിരിക്കുന്ന ജീവിതങ്ങളോട്, കുടുംബങ്ങളോട് പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഇതാ സമർപ്പണത്തിന്റെ ആഴത്തിൽ ഉയർത്തിയെടുക്കുന്ന ദൈവത്തിന്റെ അതിശയത്തിന്റെ പ്രവൃത്തി മേഖലകൾ ഈ ദിവസങ്ങളിൽ മറ്റൊരു പാത്രമാക്കി ദൈവം തീർക്കാൻ പോകുന്നു. ദാവീദ് 31 സങ്കീർത്തനത്തിൽ 12 വാക്യത്തിൽ വിളിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുക. വിളിച്ചിറക്കിയ ദൈവത്തിന്റെ വിശ്വസ്തത. ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടത അനുഭവിച്ചപ്പോൾ ഭക്തൻ നിലവിളിക്കുക, ഭക്തന്റെ അവസ്ഥ ദൈവത്തെ അറിയിക്കുക. ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുക. ആ സാഹചര്യത്തിലായിരിക്കുമ്പോഴും ആ സങ്കീർത്തനത്തിന്റെ ആരംഭ വാക്കുകളിൽ സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, ഞാൻ ലജ്ജിച്ചു പോകരുതേ, ഞാൻ ലജ്ജിച്ചു പോകുവാൻ ഇടയാകരുതേ. ദൈവത്തിന്റെ ദൂതിത, ദൈവത്തിന്റെ ആലോചന ഇതാ. ദൈവത്തിന്റെ പൈതലേ, ദാവീദ് ഉടഞ്ഞ അവസ്ഥയിലാണെങ്കിലും ലജ്ജിച്ചിട്ടില്ല. ദാവീദ് ഉടഞ്ഞു പോയിരിക്കുന്ന തലമാണെങ്കിലും ഭക്തന്റെ ഹൃദയത്തിൽ വിശ്വാസം, പ്രത്യാശിത, ഞാൻ ലജ്ജിച്ചിട്ടില്ല. ഇന്ന് ദൈവത്തിന്റെ ദൂതിത, അവസ്ഥ, സാഹചര്യം ദൈവത്തിന്റെ പൈതലേ ഉടഞ്ഞിരിക്കുകയാണെങ്കിലും, ഒറ്റപ്പെട്ട മേഖലയാണെങ്കിലും, സാമ്പത്തിക കെടുതിയുടെ തലങ്ങളാണെങ്കിലും, രോഗത്തിന്റെ അനുഭവങ്ങളാണെങ്കിലും ദൂത് വിശ്വസിക്കട്ടെ. ദാവീദ് പറഞ്ഞതുപോലെ ഞാൻ ലജ്ജിക്കരുത് എന്ന് പ്രാർത്ഥന. ലജ്ജിച്ചിട്ടില്ല. ഈ അവസ്ഥയിലെത്തിയിട്ടും ഞാൻ ലജ്ജിച്ചിട്ടില്ല. കാരണം ഇതിനകത്തുനിന്നൊരു ഉദാഹരണമുണ്ട്. ഇതിനകത്തുനിന്ന് പണിതെടുക്കുന്നൊരു ദൈവപ്രവൃത്തിയുണ്ട്. നല്ല കുശവൻ നമ്മുടെ കർത്താവ് ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പൈതലേ ഉടഞ്ഞ അവസ്ഥയിൽ പണിതെടുക്കാൻ, ഉടഞ്ഞ സാഹചര്യത്തെ മാറ്റി ശോഭയുള്ള ഭംഗിയേറിയ ഒരു തലമിതാ പ്രയോജനമുള്ള നിലവാരത്തിൽ ഇതുവരെ വെളിപ്പെടാത്തതൊന്ന്, ഇതുവരെ ശോഭ ഇത്രത്തോളം വന്നിട്ടില്ല. അതുപോലെ ശോഭിക്കുന്ന ജീവിതങ്ങളാക്കി ദൈവം തീർക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇതാ സംഭവിക്കാൻ പോകുന്നു. കൂടാരത്തിൽ ശക്തിയോടെ വെളിപ്പെട്ടു വരാൻ പോവാ. ആഴമായി ദൂത് വിശ്വസിക്കട്ടെ. ഏത് ഉടഞ്ഞ തലമാണെങ്കിലും, ഏതുടഞ്ഞ അവസ്ഥയാണെങ്കിലും എൻ്റെ ദൈവം പണിതെടുക്കും. അതിനെ സമർപ്പിക്കുക, ഏൽപ്പിക്കുക. ഇന്ന് ഹൃദയം ചായ്ക്കട്ടെ, ഹൃദയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കട്ടെ. ദൈവം സഹായിക്കും, ദൈവം അനുഗ്രഹിക്കും. നമുക്ക് പ്രാർത്ഥിക്കുക. നിത്യനായിരിക്കുന്ന ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ദൈവമേ, അങ്ങയുടെ കരം, നല്ല കുശവന്റെ കരം ശോഭയുള്ള പാത്രമാക്കി മറ്റൊരു പാത്രമാക്കി തീർക്കുന്ന ദൈവപ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടത് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.